ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അഴിമതി നടന്നുവെന്ന് തെളിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയിൽ വീഴ്ച സംഭവിച്ചുവെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചതാണ്. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം. ശബരിമല കവർച്ച മറയ്ക്കാൻ ഓരോ സംഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിബദ്ധത ഉണ്ടാവണം, സർക്കാരിനുണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവണം, ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ആര് പറഞ്ഞു? പണ്ട് കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി ആവുമ്പോൾ ഉളുപ്പുമില്ല, പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല. ഇതാണോ അവരുടെ ഒരു പുതിയൊരു രീതി? ഇതല്ലാണ്ട് എല്ലാ 2 ദിവസം ശ്രദ്ധ തിരിക്കാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ ആ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, മാധ്യമങ്ങളുണ്ട്. ജനങ്ങൾ കൃത്യമായി ഈ ഇഷ്യൂ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന് നീതി കിട്ടുന്നവരെ, അത് നീതി എന്ന് പറഞ്ഞാൽ ഈ പോറ്റി കീറ്റിയൊന്നല്ല. ഇത് എങ്ങനെ നടന്നു, ആരുടെ സഹായം, സർക്കാരിൽ ആരാണ് ഇതിനെ സഹായിച്ചത്, ആരാണ് ഇതിനെ എനേബിൾ ചെയ്തത്, ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് പിടിക്കണം. ശാലിനി ചേർന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാലിനി, സെക്രട്ടേറിയറ്റിന് മുൻപിൽ ബിജെപിയുടെ രാപ്പകൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ നിലപാട് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം. ഒരു ഉളുപ്പുമില്ല, പ്രതിബദ്ധതയുമില്ല എന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നത് ശാലിനി? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം, ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ രാജിവെക്കണം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് SITയുടെ അന്വേഷണം നടക്കുന്നു. നിർണായകമായിട്ടുള്ള 2 അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാപ്പകൽ സമരം തുടരുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ അല്പസമയം മുമ്പ് വരെ ഈ സമരത്തിന്റെ ഭാഗമായി നേരിട്ട് പങ്കെടുത്തിരുന്നു. BJPയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് S സുരേഷ് അടക്കം PK കൃഷ്ണദാസ് അടക്കമുള്ള എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. കൂടാതെ തന്നെ വിവിധ മോർച്ച പ്രവർത്തകരടക്കമുള്ളവർ, മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള വിവിധ മോർച്ച പ്രവർത്തകരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് സമീപത്താണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇരിക്കുന്ന സമര ഗേറ്റിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 100 കണക്കിന് പ്രവർത്തകർ ഇപ്പോഴും ഈ രാത്രി വൈകിയും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് BJP ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ രാജിയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പ്രതിഷേധ മാർച്ച് പങ്കെടുത്തുകൊണ്ട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത്. സമാനമായി തന്നെയാണ് PK കൃഷ്ണദാസ് അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ്. അതായത് ചില അറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആരൊക്കെയാണ് സ്വർണം കടത്തിയത്, ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത്, അവരൊക്കെ ഈ ഒരു സമരത്തിന്റെ ഒക്കെ ഭാഗമായി അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പുറത്തു വരണം എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഒരു കേന്ദ്ര ഏജൻസി ഈ അന്വേഷണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. 4 ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ഈ രാപ്പകൽ സമരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ സമരം നാളെ വൈകുന്നേരം വരെ തുടരുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഒന്ന്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി എന്നിവർ രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക. മറ്റൊന്ന്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ 30 വർഷത്തിനിടെ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, വരവ് ചെലവ് കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ കാണിക്ക അടക്കമുള്ള സംഭാവനകളായൊക്കെ എത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ CNAG അന്വേഷണം വേണം. ആ അന്വേഷണ റിപ്പോർട്ട് പൊതുമധ്യത്തിൽ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വെക്കണം എന്നൊരു ആവശ്യം കൂടി ഇതിന് പിന്നാലെയുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് BJP മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഈ നടന്നിട്ടുള്ള ക്രമക്കേട്, ഒപ്പം തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ കവർച്ച ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. CBIയും ED അടക്കമുള്ള സംഘം ഈ അന്വേഷണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന 4 ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലാണ് ഇന്ന് ഈ പ്രതിഷേധ ഉപരോധം നടക്കുന്നത്. തൊട്ടു പിന്നാലെ നാളെ രാവിലെ നേരം പുലരുമ്പോൾ ഈ സമരം 3 ഗേറ്റിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട ശാലിനി, അതിശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.